ഹലോ, ഫ്രീ ആയോ? പറഞ്ഞോളി. അല്ല, സമയം ക്ലിയർ ആക്കി വെച്ചുണയിക്കാൻ വേണ്ടിട്ട് അവിടെ റോട്ടുമലൊന്നും അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞോളി. ഇല്ല. ഞാനിപ്പോ ഇന്ന് ഒരു വീഡിയോ കേട്ട സമയത്ത് ഉം. അപ്പൊ അതില് 9-5 ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ ഡിസ്കസിൽ വന്നപ്പോ ആ, അതൊന്ന് ക്ലിയർ ചെയ്യാന്നുള്ള എനിക്ക് വിളിക്കുകയാണ്. ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞോളി. നിങ്ങൾ കേട്ടത് എന്താണ്, അതിലെ പെശക് എന്താണ്, അതിന്റെ ശരിയായ വശം എന്താണ്, അത്രയും ഭാഗങ്ങൾ പറഞ്ഞോളി, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇടാം എന്നാല്. ആ, ഓക്കെ. ഇസ്ലാമിന്റെ ആദർശ അടിസ്ഥാനത്തിന്റെ അവസ്ഥയില് 100% ഒരു പോരായ്മല്ല എന്നുള്ളതും സുന്നത്തിൽ 100% പോരായ്മല്ല എന്നുള്ളതും നിങ്ങൾ വിശ്വസിക്കുന്നു. നിലനിൽക്കുമ്പോഴേ അതിന് സത്യത്തില് സ്ഥായി ആയിട്ടുള്ളൊരു നിങ്ങൾ അങ്ങനെ നിലനിൽപ്പുള്ളൂ. വിശ്വസിക്കുന്നു. ആ ഉം. ആ നിൽക്കാണ് നിൽക്കുന്നത്. ഉം. അപ്പോ അതിലൊരു വർഗീയതയോ വിഭാഗീയതയോ ഇനി അതേപോലെ തന്നെ ഉം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള മാനവിക വിരുദ്ധമായ ഒരെണ്ണം പോലും ഈ സുന്നത്തിലോ ഖുർആനിലോ കാണിച്ചു തരാൻ കഴിയൂല എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഉണർത്തണം ആദ്യം എന്റെ നിങ്ങൾ ഭാഗത്ത് നിന്ന്. ഉറച്ചു വിശ്വസിക്കുന്നു. അതെ അതെ, അതിന്റെ അടിസ്ഥാനം അതങ്ങനെയല്ല അതാണ്. എന്ന്, അതങ്ങനെയല്ല നിങ്ങൾ എന്ന് നമുക്ക് സ്ഥാപിക്കുക. അല്ല. നിങ്ങളിപ്പോ ഈ 9:25 പറയുമ്പോ തന്നെ മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞോളി. 9:20 9:5 9:25 9-5 ഒരു ഡേഞ്ചർ വിഷയമാണ്. വളരെ ഡേഞ്ചറാണ്. വളരെ ഡേഞ്ചറാണ്. അതായത് അത്രയും ഡേഞ്ചറുള്ള വിഷയമാണ്. കാരണം അതില് വിഭാഗീയത ഉണ്ടാക്കലല്ല, മുർത്തദ്ദാക്കലല്ല, വർഗീയത സൃഷ്ടിക്കുന്ന ഒരു ആയത്താണത്. അതെ. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമൂഹത്തില് മുസ്ലിങ്ങളും തമ്മിൽ അത്ര വലിയ വിരോധം, പ്രത്യേകിച്ചും ഫൈറ്റ് ഉണ്ടാക്കാനും മാർക്സിസ്റ്റ് പാർട്ടി. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ആ അവതരണ പശ്ചാത്തലവും ആ ആയത്തിന്റെ ഉദ്ദേശവും ആയത്തിന്റെ എന്താ പറയാ, അതെന്തിനു വേണ്ടി ഇറങ്ങി എന്നുള്ളതും വെച്ച് നോക്കുമ്പോ ഒരു വിഭാഗം ജനങ്ങള് തങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു വരുന്ന ഒരു പ്രദേശത്ത് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം പൂർണ്ണമായി കവർന്നെടുത്ത് അവിടെ അവരുടെ ആരാധനാലയം കയ്യേറി അവരുടെ വിഗ്രഹങ്ങള്, ദൈവസങ്കല്പങ്ങൾ അതൊക്കെ തച്ചുടച്ച് കളഞ്ഞതിന് ശേഷം അന്തസ്സൊക്കെ നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ മുകളിൽ അവരുടെ ജീവൻ കൂടി സുരക്ഷിതമല്ല, അവരുടെ ജീവൻ എടുക്കാനുള്ള ഉത്തരവാണ് സാധനം. ഏതുവരെ തീർത്തും ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ ഏതുവരെ അവർ പിന്നെ പശ്ചാത്തപിക്കുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നത് വരെ, എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുന്നത് വരെ. അപ്പൊ അതിന്റെ കാഴ്ചപ്പാടില് അതാണ് അതിന്റെ പോയിന്റ്. നിങ്ങൾ അപ്പൊ പറഞ്ഞോളൂ. എന്റെ കാഴ്ചപ്പാടില് 100% തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടാണ് നിങ്ങളത് ഉള്ളത്. ഞാൻ സ്ഥാപിക്കുന്ന ഖുർആനിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ ശരികേട് എന്താ നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞോളെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യേകിച്ചും ഈ ഒരു ആയത്ത് ദുരുപയോഗം ചെയ്തതിന്റെ മുകളിൽ ഇന്ന് എത്രയോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ RSSലേക്ക് വരെ ചേക്കേറാനുള്ള അത്രയും വലിയൊരു അപകടം ആ ആയത്തിന് എന്താണ്? മുജാഹിദിന്റെ പള്ളിയിലെ പിന്നെ ഹത്തീബായിരുന്ന ഒരു ചങ്ങായി ഇപ്പം RSS BJPന്റെ സജീവ പ്രവർത്തകനും വലിയ വാഗ്മിയൊക്കെയാണ്. അതിലൊന്നും കാര്യമില്ല. അയാൾ മതം മാറി മുർത്തതായിട്ടൊന്നുമില്ല. അയാൾ നേരെ പള്ളി മെമ്പർ വന്ന് ഇറങ്ങി നേരെ മുജാഹിദിക്കാണ് പോയത്. അല്ല, പള്ളി മെമ്പറിന്ന് ഇറങ്ങി നേരെ RSSക്കാണ് പോയത്. അതൊന്നും വിടി. നമ്മൾ നേരെ ഖുറാനിക്ക് വരും. പലതും നടക്കണ്ടേ. അപ്പൊ ഒരു മാനവിക വിരുദ്ധമായ ഒരു സംഗതിയോ ലോക ജനതയ്ക്ക് വേണ്ടി അള്ളാഹുത്തിൽ ഇറക്കപ്പെട്ട ഖുർആനിലോ ഹബീബിന്റെ സുന്നത്തിലോ മാനവിക വിരുദ്ധമായ ഒരു സംഗതി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഭവ്യമായ കാര്യമാണ്. ആയിക്കോട്ടെ, അല്ല വിഷയത്തിൽ കയറിയില്ല. അങ്ങനെയല്ല. അതായത് ആ ലോക ജനതക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയ ഖുർആൻ അല്ലത്. മുഹമ്മദ് നബിന്റെ താല്പര്യത്തിന് വേണ്ടി മുഹമ്മദ് നബി പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം എന്നാണ് ഞാൻ വിശ്വസിക്കണേ. അതിന്റെ തെളിവാണ് ഈ ആയത്ത്. നിങ്ങൾ ഈ 9:5 നേരെ വന്നോളി. നമുക്ക് അവിടുന്ന് കയറാം. ഞാനൊരു അടിസ്ഥാനം പറയണം, അവിടുന്ന് തുടങ്ങിയാൽ മതിയല്ലോ. അടിസ്ഥാനം തെറ്റിച്ച് പറഞ്ഞാൽ മൊത്തം തെറ്റൂലേ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വർഗീയത പോയിട്ടോ വിഭാഗീയത പോയിട്ടോ ഒരു മാനവിക വിരുദ്ധമായ ഒരു സംഗതി അതെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമികമായിട്ടുള്ള തീർത്തും അടിമത്ത വ്യവസ്ഥ പോലും നിയമം ഒരു മാനവിക വിരുദ്ധതയിൽ കാണിക്കാൻ കഴിയില്ല എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യാം. 9:5 നിങ്ങൾ അർത്ഥം പറഞ്ഞോളി ആദ്യം. നിങ്ങൾ പറഞ്ഞോളി. അല്ല, 9:5 നിങ്ങൾ അർത്ഥം കേട്ടിട്ടുണ്ടല്ലോ.
ഇല്ല, നിങ്ങൾ കേൾക്കല്ലേ, നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞോളി 9:5 അർത്ഥം. പിന്നെ 9:5 വചനം വായിച്ചോളി, ആ അർത്ഥം പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടും നിങ്ങളെ തൊള്ളയിൽ കൂടെ തന്നെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങളത് ചെയ്യേ. മലയാള അർത്ഥം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക. അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. അങ്ങനല്ലേ? ഞങ്ങളോട് മുൻകൂട്ടി ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു സംഗതി ചോദിക്കട്ടെ. ഈ വിഷയത്തിൽ 100% നിങ്ങൾ പരാജിതനായി കഴിഞ്ഞാൽ ഈ പിന്നെ കലിമ ചെല്ലിന് കേറിയിട്ട് ഈ ദുൽമ നിങ്ങളൊന്ന് മാറിക്കോ. ഉറപ്പാ? കരാറല്ലേ? ഈ വിഷയത്തിന്റെ കാര്യത്തിൽ എനിക്ക് 100% ആത്മവിശ്വാസം ഉണ്ട്. ആ കാര്യത്തിൽ ഒരു കാര്യം തെറ്റായതുകൊണ്ട്, ഇപ്പൊ ഇത് ഒരു വചനം തെറ്റായത് കൊണ്ട് ഇസ്ലാം ശരിയാവുന്നുള്ള വിശ്വാസം കൊണ്ടല്ല ഞാൻ പറയണേ. അതായത് ഒരു വചനത്തെ കുറിച്ചുള്ള എന്റെ വിശദീകരണം തെറ്റാണ് എന്ന് വന്നാൽ പോലും ഇസ്ലാം ശരിയാവൂല എന്ന് എനിക്ക് അറിയുമ്പോൾ പോലും ഈ വചനം നിങ്ങൾ മാനവികമായി വ്യാഖ്യാനിച്ച് തന്നാല് ഞാൻ കലിമല്ല എന്ന് പറയുന്നത് ഈ വചനം അത്രമേൽ മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ള 100% ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ. അപ്പൊ ഒന്ന് മുസ്തഫ മൗലവിയിലെ എന്താ മൂപ്പരെ പേര്, കോഴിക്കോടല്ലേ മുസ്തഫ മൗലവി എന്നല്ലേ? മൂപ്പരെ വീഡിയോ കേട്ടി നിങ്ങളെ പോയി മുസ്തഫ മൗലവിനൊക്കെ വിടേ. മുസ്തഫ മൗലവിനെ എടുത്ത മുസ്തഫ മൗലവി ഞാനും ഒക്കെ നിങ്ങളെ കണ്ണിൽ മുർത്തദ്ദല്ലേ? എന്നാ ശരി, എന്നാ ഫസ്റ്റ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളി. ഒന്ന്, എനിക്കൊന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളില് തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ആള്. അഭിപ്രായ വ്യത്യാസം അല്ലല്ലോ. മുനാഫിക്ക് പറഞ്ഞാൽ ഉള്ളിൽ തെറ്റിദ്ധാരണ വെച്ചിട്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ആളോ? ഉള്ളില് നിഫാക്ക് വെക്കുക, അതായത് അംഗീകരിക്കണില്ല. പുറത്തേക്ക് മറച്ചു വെച്ച് പുറത്ത് വേറെ രീതിയിൽ പ്രവർത്തിക്കുന്ന ആള്. നിസ്കാരം നോൽമ്പൊക്കെ ഉണ്ടാവും, സാധനം അവന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ചാൻസ് കിട്ടിക്കഴിഞ്ഞാല് അത് മുതലെടുക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരാള്. രണ്ടാമത് മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ട് അത്രത്തോളം അടുത്ത ആള്, മാറ്റമില്ലല്ലോ. മൂന്നാമത്തെ കേസ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഫ്ർ, അതായത് കൂടെയോ അള്ളാഹുവിനെ അല്ലാതെയോ അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തെ അല്ലെങ്കിൽ വേറെ ശക്തിനെ ആരാധിക്കാം. ഇല്ല അവിടെ തെറ്റി പറയ. അതായത് കുല്യായിൽ കാഫിറു എന്ന് പറഞ്ഞാല് കുഫ്ർ നിഷേധിക്കാണ്, അതായത് ഓല് അംഗീകരിക്കണില്ല. മുഷ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹിനെ അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് തന്നെ മറ്റ് ദൈവങ്ങളെ ഉൾപ്പെടുത്തി പോകുന്ന ആള്. ഞാൻ വിഭാഗം തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കൊല്ലത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ മാറ്റണ്ടെങ്കിൽ പറഞ്ഞോളി, അഭിപ്രായ വ്യത്യാസം നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ. അപ്പൊ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നതും ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാല് അള്ളാഹ് ഓലതാണല്ലോ. ഓല അള്ളാഹിന് മുഹമ്മദ് കട്ടെടുത്താണല്ലോ. അപ്പൊ പിന്നെ ഓല പ്രത്യേകം പേരിട്ട് വിളിക്കുന്നതിൽ വേറെ കൗതുകമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞോളി. അതായത് കൗതുകമല്ല, നിങ്ങൾ പറഞ്ഞോളി. അല്ല, ഞാൻ വിഷയം പറയാം, നിങ്ങൾക്ക് പ്രൂഫ് എടുത്ത് അന്വേഷിക്കല്ലോ. അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവര് മാത്രമാണ് മുശ്രിക്കുകള്. ഈ കാര്യത്തില് നിങ്ങൾ വ്യക്തത വരുത്തിപ്പോയി. അതായത് അള്ളാഹുവിനെ ദൈവമായി അംഗീകരിക്കുന്നതോടൊപ്പം മറ്റു ദൈവങ്ങളെ വിളിക്കുന്നവർ മാത്രമാണോ മുശ്രിക്കുകള്? ആ രീതിയിലുള്ള മുശ്രിക്ക്. അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവർ കാഫിറാണ്. അപ്പൊ അള്ളാഹിനെ അംഗീകരിക്കാത്ത ആൾക്കാര് അള്ളാഹുവിനെ ആൾക്കാര് കാഫിറുകളാണ്, മുശ്രിക്കുകളല്ല. തീർച്ചയായിട്ടും. നമ്മളെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ കാഫിറുകളാണ്. ആ വേദം നൽകപ്പെട്ടവര്. അതെന്താ? അവര് അള്ളാഹിനെ ആരാധിക്കുന്നില്ലല്ലോ. അല്ല, ഒരു വേദം നൽകപ്പെട്ട അള്ളാഹുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ലല്ലോ. അള്ളാഹിനെ അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് അവര് പ്രവാചകന്മാരെ ഉൾക്കൊള്ളുന്നില്ല. അവരെ മുശ്രിക്കുകളെ കൂട്ടത്തിൽ പെടുത്താം, അവരെ മുശ്രിക്കുകളെ കൂട്ടത്തിൽ ഉപയോഗപ്പെടുത്താം. അല്ല, അപ്പൊ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളൊക്കെ ബഹുദൈവാരാധകർ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വിഷയത്തേക്ക് വേഗം കയറി പോലിട്ടാണ് വല്ലാതെ അങ്ങോട്ട് പോകാൻ. ഞാൻ പെട്ടെന്ന് തീരുന്ന പോലത്തെ പറഞ്ഞുതരാം. എന്ത് ഹലാക്കെങ്കിലായിക്കോട്ടെ, മുഷിരിക്കോ കാഫിറോ മുർത്തദോ എന്ത് ഹലാക്കെങ്കിലായിക്കോട്ടെ, നിങ്ങൾ ഖുർആനിലെ 9:5 പറയും. ഓക്കെ. അപ്പൊ അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചില്ലറ സംഗതിയല്ല, ചെറിയൊരു ബെൻഡിങ്ങില് എവിടെ വിദൂരത്ത് എത്തുന്നത്. അതുകൊണ്ട് അത്ര കൃത്യമായിട്ട് പറഞ്ഞു. അതായത് മക്കത്ത് ഇനി പറയാം, ശ്രദ്ധിച്ചു. മക്കയില് ബനു കുസാ ബനു ബക്കർ 2 ബഹുദൈവ ഗോത്രങ്ങൾ ഓൾറെഡി നിലനിൽക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഖുറൈശികളായ മുശ്രിക്കീങ്ങളായ ആളുകൾ നിൽക്കുന്നത്.
ഉം, 3 വിഭാഗം പ്രഗത്ഭരായ ആളുകളോടുണ്ട്. ഉം, ഒന്ന് ബനു കുസാണ്, ഒന്ന് ബനു ബക്കറാണ്. ഉം. ബനു അപ്പം ഇവര് കുസാവും ബനു ബക്കറും ഒക്കെ വേറെ സാധനല്ലേ? നിങ്ങൾ എവിടേക്ക് അല്ലല്ല ഇതൊക്കെ കൂടെ കൂട്ടി അല്ലല്ല കലക്കണത്? അല്ലല്ലല്ലല്ല നിങ്ങൾക്ക് ബനു എവിടേക്ക് ഇതൊക്കെ ബക്കറും കൂടെ കലക്കണത്? നിങ്ങൾ പറഞ്ഞോളി. അല്ല, അതൊക്കെ വേറെ സംഗതികളാണ്. നിങ്ങൾ ഇപ്പൊ മക്കം ഫത്തുഹും കഴിഞ്ഞു. മക്കം ഇല്ലല്ലല്ല ഫത്തുഹും കഴിഞ്ഞിട്ട് നിക്ക് നമ്മൾ അങ്ങ സൂറത്ത് തൗബയിൽ നിൽക്കി. അതായത് മക്കം ഫത്തുഹ് അല്ല കഴിഞ്ഞതിന് അങ്ങോട്ട് ശേഷം കയറുന്നതിന് മുന്നേ നമ്മൾ ഈ വേർതിരിവിന് വേണ്ടിയിട്ടാ കൊണ്ടുവരുന്നത്. ഉം, നമ്മൾ 9:05 കയറിയില്ല. ഉം. ഇത് അല്ല, 9:05 വേർതിരിച്ചിട്ട് വരെയും അവിടെ അതെ നമ്മൾ വെറുതെ സമയം വെറുതെ വട്ടം കറങ്ങി നിങ്ങളെ കളയണ്ടല്ലോ. ഓദ്യ ആയത്തില് ഈ മുശ്രിക്ക് എന്നുള്ളടത്ത് നിങ്ങൾ ആദ്യം തന്നെ കൊണ്ട് ഈ ബഹുദൈവ വിശ്വാസി എന്നുള്ള ഞാൻ ചിത്രീകരിക്കുക എഴുതിയതല്ല, എന്നുള്ള അത് ഏറ്റവും വലിയ എല്ലാ ഗുൽമ. ഖുർആൻ വിശദീകരണത്തിൽ അത് എഴുതി. ആര് എഴുതിയില്ല എന്നുള്ളതല്ല. ആ ഒന്നും കൂടെ പറയാം. പിന്നെ ഇപ്പൊ നിങ്ങൾ ദീനി എല്ലാ എന്ന് പറഞ്ഞു ഖുർആൻ കഴിഞ്ഞാല് തഫ്സീറും എല്ലാ പണ്ഡിതന്മാരും നിങ്ങൾ തള്ളാണ്. ഇപ്പൊ അല്ല എല്ലാത്തിലും തബരീനെയും ഇല്ല. അല്ല അല്ല അതേപോലെ ഇല്ല ഇല്ലല്ല എല്ലാത്തിലും എല്ലാരും ഇല്ല. ഇബിന് കസീറിനൊക്കെ തള്ളിയിട്ട് നിങ്ങൾ പറയണ അല്ലല്ല നമുക്ക് ഇബിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കസീറിലൊന്നും പറഞ്ഞോളി. എഴുതിയില്ല. ഇബിന് കസീറിലൊന്നും പിന്നെ നിങ്ങൾ എടുത്ത് മറിച്ചു അല്ല, നോക്കി, നമ്മളെ യാതൊരു നാട്ടിൽ ഇപ്പൊ ബുദ്ധിമുട്ടില്ല. മലയാളത്തിലാക്കിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ തള്ളുകയാണ് നിങ്ങള്. അല്ലല്ല എല്ലാം തള്ളണില്ല. ആ ഇവിടെ പിന്നെ ഇപ്പൊ സുല്ലമ്മ പോയാണ്ട് പരിഭാഷ എഴുതിയ ആളുകളെ നമ്മൾ ഉൾക്കൊള്ളണം എന്നില്ലല്ലോ. അതെ, ദീനി നിങ്ങൾ എന്ന് പറഞ്ഞതിൽ അമാനിനെയും കൂടെ തള്ളി, ഉൾക്കൊള്ളുന്ന മൗദൂദിനെയും തള്ളി, ചെറിയ മുണ്ടത്തിനെയും തള്ളി, അതേപോലെ നമ്മുടെ പൊന്നാര അല്ല, ലേഖസായി നിങ്ങൾ ആരെ ദീൻ തള്ളിക്കോളി. പറയണെങ്കില് ഞാൻ പറഞ്ഞത് നിങ്ങളെ അർത്ഥം വ്യാഖ്യാനം തന്നോളി, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളി. പ്രശ്നം തീർന്നില്ലേ? അല്ല ഇന്റെ അർത്ഥം വ്യാഖ്യാനം വേണ്ട, അതിന്റെ ഒറിജിനൽ വെച്ച് കൊടുത്താൽ മതി. അല്ല, നമ്മുടെ ഡിമാൻഡ് ആയിക്കോട്ടെ, തന്നെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ 9:05 പറയും, അപ്പൊ അതത് പറയും. 9:05 ആദ്യം നിങ്ങൾ കൈക്രിയ ചെയ്തെന്നു വെച്ച് കഴിഞ്ഞാൽ മുശ്രിക്ക് എന്നുള്ളടത്ത് കൊണ്ട് നേരെ ഈ ബഹുദൈവ വിശ്വാസികളായ അമുസ്ലിങ്ങളായ ബഹുദൈവ ആളുകളെ വിശ്വാസികൾ തലേക്ക് എന്ന് ഇട്ട് പറഞ്ഞാൽ ഞാൻ മുഷിരിക്കിന് അർത്ഥം വെച്ചാണ്. അത് നിങ്ങൾ വെക്കാൻ മുഷിരിക്ക് പാടില്ല. എന്ന് പറഞ്ഞോളി. മുഷിരിക്കുകൾ. ആ മുഷിരിക്കുകൾ. അവിടെ അപ്പം ശരി, മറ്റുള്ള മുഷിരിക്കുകൾ. ഇവായല്ലോ. അപ്പൊ മുഷിരിക്കുകൾ. മുശ്രിക്കീങ്ങളായ ആളുകൾ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോ അല്ലേ എന്നുള്ള നോർമൽ നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് കാണുക. അതൊന്നും ഇവിടെ വിഷയമല്ല. ഓക്കെ. നിങ്ങൾ 9:05 പറഞ്ഞോളി. അപ്പം ബഹുദൈവ വിശ്വാസി അല്ല എന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പായോ? അമുസ്ലിങ്ങളല്ല എന്നുള്ള കാര്യങ്ങൾക്ക് ഉറപ്പായോ? ഇങ്ങക്കല്ല, അമുസ്ലിങ്ങളാണത്. അമുസ്ലിങ്ങളാണ്. ഒന്നുകൂടി ഒന്നുകൂടി അമുസ്ലിങ്ങളാണ്. തീർപ്പാക്കാം. അവിടെ ഒന്നുകൂടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ. അവിടെ അപ്പൊ അങ്ങനെ എത്രത്തോളം മുസ്ലിങ്ങളാവുക? മക്കയിലുള്ള അബൂ സുഫിയാനും പിന്നെ അബൂജാലൊക്കെ മുസ്ലിങ്ങളാ? പാരെ കേട്ടോളി, അല്ല, ക്ഷമിച്ചോളി, കേട്ടോളി. മുസ്ലിങ്ങളാണോ? അവരൊക്കെ മുസ്ലിങ്ങളാ? മുശ്രിക്കാണ്, അപ്പൊ മുശ്രിക്കല്ല ബൗദ്ധ എന്ന് വിശ്വാസിയല്ല. പറയാം. ബൗദ്ധ വിശ്വാസിയല്ല. ഇനി പിന്നെ അതിന് ആ ആയത്തിൽ തന്നെ എന്താ പോലെ തമ്മിൽ എന്തിനായിരുന്നു മുഹമ്മദ് നബി അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അതന്നെ വൃത്തിയായിട്ട് പറഞ്ഞത് ശ്രദ്ധിച്ചോളി. എ മുതൽ സെഡ് വരെ ഞങ്ങളെ അള്ളാഹു കയ്യിലേക്ക് തരാം. അല്ലാത്ത മറ്റു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള്. അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളല്ല, അള്ളാഹിനെ കൂട്ടത്തിൽ മറ്റു ദൈവങ്ങളെ കൂട്ടത്തിൽ കൊണ്ട്. അതന്നെ മക്കയിലുള്ള മുശ്രിക്കുകള്. മക്കയിലുള്ള മുശ്രിക്കീങ്ങളും ബഹുദ വിശ്വാസി 2 പാർട്ടുണ്ട്. എവിടെ? ആരൊക്കെ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികള്? ആരാ ബഹുദൈവ വിശ്വാസം? മക്കയില് മുഹമ്മദ് നബി അല്ല, മക്കയിൽ ഉണ്ടായിരുന്ന മുഹമ്മദിനോട് എതിരിട്ട് നിന്നിരുന്ന മക്കം ഫത്തഹ് വരെ അബൂ സുഫിയാനും കൂട്ടരും ആരായിരുന്നു? വേറെ സംഭവം കേട്ടോളി, ഞാൻ പറഞ്ഞുതരാം. അതായത് ബനു കുസാക്കാരെ പോയിട്ട് ബനു ബക്കറും കുറേശികളും കൂടിയിട്ടാണ് ആക്രമിച്ചത്. എന്റെ സുഹൃത്തെ അസീസ് ഭായ്, ഈ ബനു ബക്കറും ബനു കുസൊക്കെ വേറെ. നിങ്ങൾ കഥയിലേക്ക് വരി. ഇത് മക്കാരുമായിട്ട് സഖ്യമുള്ള സൈന്യം, മുഹമ്മദ് നബി ആയിട്ട് സഖ്യമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അതൊക്കെ അതവിടെ നിൽക്കട്ടെ. ഇത് ക്ലിയർ ആക്കാതെ പോയാൽ പറ്റൂല. ഇതൊരു മണിക്കൂർ വേണമെങ്കിൽ എടുത്താലും കുഴപ്പമില്ല. ഇത് നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിക്കോളി. ഞാൻ പറയുന്നോടത്ത് വ്യത്യാസം പറഞ്ഞോളി. എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം കലക്കി നിങ്ങൾ വിചാരിച്ച പോലെ കലക്കിയിട്ട് നിങ്ങൾ വെക്കിയ ഒരു പാത്രത്തില്, എന്നിട്ട് നിങ്ങൾ 9:05 കൊണ്ട് എടുക്കുകയും. അതാണ് ഞാൻ പറഞ്ഞത്. തർക്കിക്കാൻ വരൂലെന്ന്. ഞാൻ പിന്നാക്കം പോയി തർക്കിക്കൂല നിങ്ങളോട്. 9:05 വന്നാൽ മതി. ശരി, അപ്പൊ ഓക്കെ. അപ്പൊ ഒരു അമുസ്ലിമായ ഒരാള് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ കെലിമ ചെല്ലല് നിർബന്ധമാണോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞേരി. അല്ല ഞാൻ ചോദിക്കുന്നതിന് ഇതന്നെയാണ് വിഷയം. അപ്പൊ അതെ, കെലിമ ചെല്ലണല്ലോ. അതായത് ഒരു അമുസ്ലിമായ ഒരാള്, ഒരു ഹിന്ദു ആയ ഒരാള് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ കലിമത്ത് ഷഹാദത്ത് ചെല്ലണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാതെ കയറാൻ കഴിയില്ലല്ലോ. ഇല്ല. അതേ സ്ഥാനത്ത് മുശ്രിക്ക് കൊടുത്തോടത്ത് നിസ്കാരം നോൻപ് എടുത്തു കഴിഞ്ഞ ഓലെ പ്രശ്നം തീർന്ന്. ഈ അളവിൽ അതൊന്നും നിങ്ങൾക്ക് ഒരു ധാരണയില്ലാന്ന് എനിക്ക് പറഞ്ഞോളി. നിങ്ങൾ ഇങ്ങോട്ട് വരി. 9:05 എടുക്കി പറഞ്ഞല്ലോ. നിങ്ങൾ വായിച്ച അർത്ഥം പറയും, എന്നിട്ട് അതിലെ ശരി എന്താണെന്ന് പറയും. അതാ ഞങ്ങക്ക് വ്യക്താക്കി തരുന്നേ. നിങ്ങളെടുത്ത് പറ്റിയൊരു അപാകത കൊണ്ട് ഞാൻ പറഞ്ഞോളി.
ലേഖ സാഹിബ്, ഞാൻ വൃത്തിയായിട്ടാ പറയുന്നത്. ഈ ഖുർആനില് ഒരു മാനവിക വിരുദ്ധ പോലും ഇല്ലാത്തത്. അതെ, മുസ്ലിം ആവുക ഖുറാനിലില്ലല്ലോ. ഷാത്തിലുമ കല്യാണെ മുസ്ലിം ആകാൻ കഴിയുള്ളൂ. ഖുറാനിലില്ലേ? മുസ്ലിങ്ങൾ അത് ഖുറാനിലില്ല. അങ്ങനെ ഖുറാനിലുണ്ടോ? സുന്നത്തിലുണ്ടോ? ഖുർആനിലുണ്ടോ? നിങ്ങൾ ഖുർആൻ വചനം പറയുമ്പോ നിങ്ങൾ വേറെ വർത്താനം പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു മനുഷ്യന് അള്ളാൻ അംഗീകരിക്കണമെങ്കിൽ നിസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് മുറ പോലെ നിർവഹിക്കുകയും അബൂത്വാലിബിന്റെ അടുത്ത് പോയാണ്ട് നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. ആലങ്കാരികമൊന്നല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ വജ്ജഹത്ത് ഓതിയിട്ട് അരമണിക്കൂർ സമയം വെച്ച് അങ്ങോട്ട് എടുത്തോളി. ഒരു മണിക്കൂർ സമയം വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് വജ്ജഹത്തുൽ തുടങ്ങിയിട്ട് സലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുന്ന സലാം വീട്ടുന്നൊക്കെ ഒരു ക്രിയയാണല്ലോ. അത് വേറെ വിഷയം. അബൂത്വാലിബിനോട് കെലിമെല്ലാം പറഞ്ഞു. അബൂത്വാലിബിനോട് കെലിമെല്ലാം പറഞ്ഞു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഒരു മനുഷ്യൻ. എന്താ സക്കാത്തിന്റെ ഷർത്ത് എന്താ? മുസ്ലിം ആയിരിക്കാം. അപ്പൊ മുസ്ലിം ആയിക്കൊണ്ട് ചെയ്തു തീർക്കേണ്ട 2 ആരാധനകളെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഇസ്ലാമിലെ 2 ആരാധന നിർവഹിച്ചാൽ മതി, ആ മുസ്ലിം ആണെന്ന് നിർബന്ധമല്ല നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എത്ര വലിയ പരാജയം. അല്ല, അതിന്റെ വിവരക്കേട് നിങ്ങളെടുത്ത് കയറി. അതാ ഞാൻ പറയുന്നത്. നിങ്ങളടുത്ത് വിവരക്കേട് ആ വിഷയത്തിൽ കയറി. അതുകൊണ്ടാണ് വ്യക്തമാക്കുന്നത്. ഒരു അമുസ്ലിമാണ് കെലിമ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് തരാം. അല്ല, കറക്റ്റ് ആയത്തടുത്ത് വിശദീകരിക്കുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞത് ഒരാള് ഷഹാദത്ത് കലിമ ചെല്ലണം എന്ന് നിർബന്ധമല്ല. മുസ്ലിം ആണെങ്കിൽ മുസ്ലിം അല്ലാത്തവൻ എന്ത് സക്കാത്ത്? മുസ്ലിം അല്ലാത്തവൻ മുശ്രിക്കിനെ ബാധകല്ല. അതെ, അംഗീകരിച്ചു. അതിലൊന്നും പോണ്ട. നിങ്ങൾ ഈ 9:05 വരി. ഞാനല്ല വരാത്ത. ഞാൻ ഒരു അരമണിക്കൂർ അടിസ്ഥാനപരമായിട്ട് ഒരു അമുസ്ലിമാണ് കെലിമ ചെല്ലാതെ നിസ്കരിച്ചിട്ട് നോൽമ്പ് വെച്ചിട്ട് ഹജ്ജ് ചെയ്തിട്ട് ഒന്നും കാര്യമില്ല. അതേ സ്ഥാനത്ത് മുശ്രിക്കാണെങ്കിൽ ഓൻ തൗബ ചെയ്താൽ മതി, കെലിമ ചെല്ലണ്ട. അതാണ് 9:05 ആയത്തിന്റെ ഫുൾ ചുരുക്കം. അത് നിങ്ങൾ ബഹുദൈവ വിശ്വാസി എന്നുള്ളതിൽ ചിത്രീകരിച്ച് സമൂഹത്തില് വർഗീയത സൃഷ്ടിച്ച് പൊതു സമൂഹത്തിന് മാപ്പുകൾ പറയണം. മുശ്രിക്കായിരുന്നവൻ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഖാദിയാനിയായി, കട്ടയോ? ഒരാൾ ഖാദിയാനിയായി എന്ന് വിചാരിക്കും. കട്ടൊന്നായിട്ടില്ല. ഒരാൾ ഖാദിയാനിസത്തിലേക്ക് പോയി. അയാൾക്ക് തിരിച്ച് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ഷഹാദത്ത് കലിമ ചെല്ലണ്ടേ? ഇല്ല, ഖാദിയാനിസത്തിനുള്ള മാറ്റി നമ്മൾ ഇവിടെ എടുക്കുക. ചർച്ച ചെയ്യാൻ നിങ്ങളിത് നിങ്ങൾ പറഞ്ഞപ്പോ മുശ്രിക്കാണെങ്കിൽ കലിമൊന്നും ചെല്ലണ്ട, തൗബ ചെയ്താൽ മതി എന്നേ. അതെ, മുശ്രിക്കാണെങ്കിൽ എത്ര മതി? ആയിക്കോട്ടെ. ഖാദിയാനിയാണെങ്കിലോ? ഖാദിയാന്റെ വിഷയത്തേക്ക് പോകണ്ട. നമ്മളിവിടെ ബൗദ്ധ വിശ്വാസം മുശ്രിക്കാന്റെ അടുത്ത് ചർച്ച ചെയ്യാണ്ട്. അള്ളാനെ നിഷേധിച്ചോ? ഇത് വേറെ വഴിക്ക് കേറി പോകണ്ടല്ലോ. നിഷേധിച്ചില്ല. പിന്നെന്തിനാ ഓൻ കലിമയിലാണ്? ഓന് കെലിമ ചെല്ലുന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഉപരി നമുക്കിപ്പോ നമ്മളെടുത്ത് കയ്യിലുള്ള സംഗതി പൂർത്തിയാക്കാണ്ട്. അപ്പൊ ഒരു പോയിന്റ്, ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കലിമ ചെല്ലാതെ ഇസ്ലാമിലെ അടിസ്ഥാനമല്ല ഓന്റെ സക്കാത്തോ നോൽബോ ഹജ്ജൊന്നും അബൂ ത്വാലിബിന്റെ മാതിരി പരിഗണിക്കൂല. ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം മോന് തൗബ ചെയ്താൽ മതി, കലിമ ചെല്ലണ്ട. അതിന്റെ ശേഷം മോൻ നിസ്കാരും സക്കാത്തും കൊടുത്തു കഴിഞ്ഞാൽ ഓന്റെ കാര്യം പൂർത്തിയായി. അപ്പം ഇത് ബഹുദൈവ വിശ്വാസിനെ കുറിച്ചിട്ടല്ല. അതിപ്പോ പൂർത്തിയായോ? ഇല്ല, ബഹുദൈവ വിശ്വാസികൾ എന്ന് തന്നെ നിങ്ങൾ സമൂഹത്തിൽ മാപ്പ് ചോദിക്കണം. കാരണം കൂടാതെ അള്ളാഹുവിനെ കൂടാതെ ലാത്തനോടും ഉസ്സനോടും മനാത്തനോടും പിന്നെ ഹുബാലിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന മക്ക ഖുറൈശികൾ തന്നെയാണ് ബഹുദൈവ വിശ്വാസികൾ. അവരെ തരാതരം അള്ളാഹു മുശ്രിക് എന്നും കാഫിർ എന്നും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 5-10 പറഞ്ഞുതരാം. എനിക്ക് നിങ്ങൾ തന്നോണ്ട് തന്നെ ഇടങ്ങാറായിക്കാണ്. അതായത് ഈ കുല്യ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്നിടത്ത് അള്ളാഹ് അഭിസംബോധന ചെയ്യുന്ന ആരെ കുറിച്ചാണ്? കാഫിറുകളെ. ഏത് കാഫിർ? ഈ കുല്യ അയ്യുഹൽ കാഫിറൂനുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ആരുമായിട്ടാ? അതാ പറയുന്നത് കാഫിരീങ്ങള്. അതന്നല്ലേ ആയത്തിന്റെ പശ്ചാത്തലം ആരുമായിട്ടുള്ള രമ്യത ചർച്ചയിലേക്ക് പോയതിനു ശേഷമാണ് ആയത്തിറങ്ങിയത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളല്ലേ? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കാര്യമായ ധാരണ ഇല്ല. നല്ലോണ്ട് നിങ്ങളെ അടുത്തൊരു പോയിന്റ് തെറ്റാത്തോണ്ട് വർഗീയത സൃഷ്ടിച്ച് നിങ്ങൾ കുറച്ച് ഞങ്ങളെ നാട്ടില് പറയും തൊണ്ടുന്യായം. എത്ര സ്ഥാനത്ത് സ്ഥാപിച്ചതാണ്? അല്ലല്ല, ഞാൻ കറക്റ്റ് ദീനങ്ങളോട് സംസാരിക്കണേ. നിങ്ങൾ റിജക്ട് ചെയ്യാണ്. 9:05
100% നാട്ടിൽ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുശ്രിക്ക് എന്നുള്ളടത്ത് ബഹുദൈവ വിശ്വാസി എന്നുള്ള അർത്ഥം ബഹുദൈവ വെച്ചുകൊണ്ട് ഈ വിശ്വാസികൾ സമൂഹത്തിൽ എന്ന് മുഴുവൻ മുഷിരിക്കിന് അർത്ഥം നിങ്ങൾ കൊടുത്തത് വെച്ച് ഞാനല്ല. നിങ്ങൾ മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് മൂക്ക് കീഴ്പ്പെട്ടുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം. 500 സ്ഥലത്തെട്ടുണ്ട് എന്നാ പറഞ്ഞത്. എത്ര എന്ത് നിങ്ങളൊന്ന് എടുത്ത് വെറുതെ പരിശോധിച്ചേക്ക് മുഷിക്ക് മുസ്ലിം ഞാൻ കുഫർ പറഞ്ഞ എന്നല്ലേ? അള്ള ആ മക്കാരെ മുഷിരിക്കുന്ന കാഫറെന്ന് തരാതരം വിളിച്ചിട്ടുണ്ട്. ഇനി പറയാം, എന്നാ കേട്ടോളി, എന്നാ കേട്ടോളി, പറഞ്ഞുതരാം ബാക്കി കേട്ടോ. അതില് അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇല്ല മുഷിരിക്ക് ഇല്ല ആരാ കാഫർ ആരാ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതന്നെയാണ് അതിന്റെ മെയിൻ നമ്മള് പോയിന്റ്. ബഹുദൈവ ആരാധകർ എന്ന് ഞാൻ മലയാളത്തിൽ അർത്ഥം വെച്ചതല്ല, അത് മലയാളത്തിൽ ഖുർആൻ വിശദീകരിച്ചവരൊക്കെ എഴുതി വെച്ച അർത്ഥമാണ് എല്ലാരും മുഷിരിക്ക് എന്ന് എഴുതിച്ചില്ല, പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെ വിവരക്കേടുകൊണ്ട് ആയിക്കോട്ടെ. അപ്പൊ അത് ഇന്റെ തലയിൽ കിടണ്ട. അത് നിങ്ങൾ തന്നെ അതിന്റെ അല്ലെങ്കിൽ ആള്. അത് നിങ്ങൾ പിന്നെ ഇപ്പൊ ചെറിയ മുണ്ടത്തിലെ ഞാനല്ലേ ആൾക്കാരുമായിട്ടോ അല്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ നമ്മളെ എ പി സുന്നികളുമായിട്ടോ അല്ലെങ്കിൽ മുജാഹിദിന്റെ വിഭാഗങ്ങളുമായിട്ടോ ബഹുദൈവ ആരാധകർ മുഷിരിക്ക് പറഞ്ഞാൽ ബഹുദൈവ ആരാധകരാണോ അല്ലയോ അത് നിങ്ങൾ ചർച്ച ചെയ്തോളി, തർക്കിച്ചോളി. നമ്മളെ വിഷയം മുഷിരിക്കിലേക്ക് ഒതുക്കിക്കോളി. ഞാൻ പറഞ്ഞത് നമ്മളെ ചർച്ച സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ മലയാളത്തിൽ കൊടുക്കുന്ന അർത്ഥം ഒഴിവാക്കിയിട്ട് മുഷിരിക്ക് എന്ന് വിളിക്കുക നമുക്ക്. ആയിക്കോട്ടെ. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ബൗദ്ധവിശ്വാസി അല്ലല്ലോ. അതെ, മുഷിരിക്ക് നിങ്ങൾ പറഞ്ഞോളി, മതി. അതിന്റെ അറബി മാത്രങ്ങൾ എടുത്തോളി, എന്നിട്ട് ബാക്കി പറഞ്ഞോളി. ഇനി ചെറിയൊരു അടിസ്ഥാനം കൂടി പറഞ്ഞു പോയാൽ നമുക്ക് എളുപ്പമുണ്ടാവും പരിപാടി. ദീൻ എന്ന് പറഞ്ഞാല് ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാന്റെ കൽപ്പന എങ്ങനെ നിബിധങ്ങൾ പൂർത്തിയാക്കി തന്നു അതോടുകൂടി പൂർത്തിയായി. പിന്നെ നിങ്ങൾ അവിടുന്ന് ആവശ്യമില്ലാത്ത ഫിക്ക് മസല അത് ഇത് എന്നൊക്കെ പറഞ്ഞതൊക്കെ റിജക്ട് ചെയ്യണ്ടേ. സംഘടനാ ബേസിൽ ദീൻ ചർച്ച ചെയ്യാനേ പറ്റൂല, സംഘം ബേസിൽ ദീൻ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. തള്ളന്നെ വേണ്ടി വരും. ചർച്ച ചെയ്തോളി നിങ്ങള്. ഇപ്പം ബഹുദൈവ ആരാധകർ എന്നുള്ള വാക്ക് മലയാളം വിട്ടിട്ട് നമ്മള് അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ മുഷിരിക്കുകളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക. അപ്പൊ റെഡി, അപ്പൊ ആയത്ത് റെഡി. ഇനി ആ ആയത്ത് എവിടേക്ക് ഇറങ്ങിയതാണ്, എന്തിനിറങ്ങിയതാണ് നിങ്ങൾ പറഞ്ഞോളി. ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം തബൂക്ക് യുദ്ധങ്ങളെ ശ്രദ്ധപ്പെട്ടാണല്ലോ. ഈ തബൂക്ക് നടന്നില്ല, പരിപാടി നടന്നില്ല. അതെ, ഏത് പര്യടനം പോലെ 750 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് അങ്ങോട്ട്. എത്ര 750 കിലോമീറ്റർ ഇവിടുന്ന് ഏകദേശം തമിഴ്നാടിന്റെ ഒരു ബോർഡർ മുതൽ മറ്റേ ബോർഡർ വരുന്ന എന്തിന് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു പോയി. തബൂക്ക് യുദ്ധമല്ല, തബൂക്ക് പര്യടനം എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അതെ, 30,000 ആളായിട്ടാണ് പോണത്. വന്നപ്പോ പാവം കർഷകനെ കൈകാര്യം ഇല്ലല്ല, അതൊക്കെ നിങ്ങളെ കാഴ്ചപ്പാട്. 30,000 ആളെ വിടുന്ന വെച്ചാൽ പോണ അവിടെ 40 വരുന്നത്. യുദ്ധം എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ വിചാരിക്കും ഭയങ്കര യുദ്ധമാണ്. അല്ല, അതെ, റോമക്കാരായിട്ടല്ലേ, റോമക്കാരായിട്ട് യുദ്ധത്തിന് പോവാണല്ലോ. ആയിക്കോട്ടെ. 750 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ചില്ലറ നടത്തല്ല. ചെറിയ പിരാന്തൊന്നല്ലതേ അവനാ. നിങ്ങൾ പറഞ്ഞോളി. അപ്പോ സൂറത്ത് തൗബയും തമ്മിൽ എന്താ ബന്ധം? പറയാ അവിടെ തന്നെ കിട്ടണം. ഹുദൈബിയ സന്ധി കരാറ് നടന്നതിന് ശേഷം ചരിത്രം പറയട്ടെ. ചരിത്രം വിവരിച്ചോളി. തബൂക്ക് യുദ്ധം നടക്കാനുണ്ടായ കാരണം റോമക്കാരവിടെ തയ്യാറായി രംഗത്ത് വരുന്നുണ്ടെന്ന് കണ്ടോട് കൂടിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പാട് വരുന്നത്. അതോടക്കട്ടെ, ഏതുപോലെ ഹുദൈബിയ കരാറ് നടന്നിട്ടുണ്ടോ ഇതേപോലെ ചുറ്റുപാടുകളിലുള്ള പല രാജ്യങ്ങളും ആയിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ കരാറിൽ ഏർപ്പെട്ടിരുന്നു. നജിമ്, യമാമ ഗോത്രൊക്കെ ആയിട്ട് കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ സക്കാത്ത് ബ്ലോക്ക് ആക്കി ആരാ? ഞങ്ങളൊന്നും ബ്ലോക്ക് ചെയ്യില്ല. നിങ്ങൾ ആ ചരിത്രം ഒന്ന് പറയട്ടെ വെച്ചിട്ടാണ്. നമുക്ക് അയക്കന്നെ പോണേ, അവിടെ എത്ര വരെ ഞാൻ മുണ്ടൂല. നിങ്ങൾ പറയണ എല്ലാം ശരിയായതുകൊണ്ടല്ല, വേറെ തർക്കിച്ച് സമയം കളയല്ലാത്തോണ്ടാണ്. ആയിക്കോട്ടെ പറയാം. സക്കാത്ത് മുടക്കിയത് നജിമ് ഗോത്രക്കാരാ. മുസൈലിമത്ത് ഖദ്ദാബ് ഇറങ്ങിയത് യമാമേന്നാണ്. ഏകദേശം ഇതും ഉണ്ട് ഒരു 800 കിലോമീറ്ററോളം ദൂരം കിടക്കുന്ന. ഏകദേശം ഈ സക്കാത്ത് നടക്കൂല. ഇവര് കരാറിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. ഇവര് റോമക്കാരെ സഹായിച്ചു. നിങ്ങള് ചരിത്രം പറഞ്ഞോളി, പക്ഷെ കുഴപ്പമില്ല. ഇത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. യമാമ മുസൈലിമൊക്കെ മുഹമ്മദ് നബിന്റെ കബറടക്കം കഴിഞ്ഞിട്ടുള്ള പ്രശ്നമല്ലേ? അല്ല, പിന്നെ എന്താ ബന്ധം? അവിടെ തന്നെ 850 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരും മക്കയത്തെ മുശ്രിക്കുകൾക്കെതിരെ ഇറങ്ങിയിട്ടുള്ള 9-5 തമ്മിൽ എന്താ ബന്ധം?
മുശ്രിക്കീങ്ങൾക്ക് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കല്ലേ ഈ ആയത്തിറങ്ങി. അവിടെ ഏറ്റവും വലിയ അപകടം മുങ്ങിയേ. അവിടെയാണ് പറ്റിപ്പോയത്. ഇവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പാഴ്ച. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മാനവിക വിരുദ്ധമായിട്ട് ഒരൊറ്റ ഒന്ന് ഖുർആനിൽ കാട്ടിത്തരാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ ചരിത്രങ്ങൾ വേണ്ടമാതിരി നിങ്ങൾ പഠിച്ചില്ല. അത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് എങ്ങനെ മക്ക 8 കയ്യിലായിണ്, അവർക്ക് പിന്നെ എന്തിനാ യുദ്ധം ചെയ്യണ്? ഓലെ വെട്ടാൻ വേണ്ടി പറയാൻ പാടില്ലല്ലോ, തെറ്റല്ലേ? അതായത് അവിടുത്തെ രാജാവായി നിൽക്കുകയാണ്. 8 മക്കയിലെ റസൂലുള്ളാഹി തങ്ങള് 9 തബൂക്ക് കിടക്കണത്. അപ്പം ഈ മക്ക വിജയിച്ചതിന് ശേഷം അവിടെയുള്ള ആൾക്കാരെ വെട്ടാൻ പറയുന്നില്ല. അവിടെ ഓൾറെഡി ഒക്കെ സീറ്റിംഗ് ആയി. നിങ്ങൾ എവിടെ ഇല്ലാതെ വെട്ടാനായി പറഞ്ഞിരിക്കണേ? അല്ല പറഞ്ഞു, എനിക്ക് ഞാൻ പഠിക്കാൻ വേണ്ടിയല്ലോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വലിയ അബദ്ധങ്ങൾ എടുത്ത് കുടുങ്ങാഞ്ഞു വേറൊന്നുമില്ല. മാണ്ടമ്മ നിങ്ങൾ ഇഞ്ഞ പഠിപ്പിക്കണ്ട. നിങ്ങൾ ഇഞ്ഞ ഈ വിഷയത്തില് നിങ്ങൾക്ക് വലിയൊരു അമളി പറ്റിയാണ്. അതാണ് ഞാൻ വ്യക്തമാക്കണേ. നിങ്ങൾ പറഞ്ഞില്ല ഇപ്പൊ മക്കത്തുള്ള കുറേശികൾക്കും വേണ്ടിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത് ഞങ്ങൾ പറഞ്ഞു. അതിന് ഏറ്റവും വലിയ അബദ്ധമാണ്. മക്കത്ത് രാജാവായിക്കുമ്പോ പിന്നോലെ വെട്ടണോ? ഞാൻ ചോദിക്കണേന്ന് പറഞ്ഞേരി. അതെ, അതായത് ഈ റോമക്കാര് മാത്രപ്പുറത്ത് കിടക്കുന്നുണ്ട് തബൂക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ ഹുനൈൻ യുദ്ധം നടന്ന ആ സമയത്ത് ഹുനൈൻ എങ്ങനെയാ നടന്നത്? ഹുനൈൻ നടന്നത് പറഞ്ഞിരുന്നത്, അതായത് മക്ക ഫത്തതിന് ശേഷം നിങ്ങൾക്ക് മുഴുവൻ തെറ്റിദ്ധാരണ വന്നു നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ സ്വസ്ഥായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇങ്ങനെ പ്ലെയിൻ ആക്കി കുത്തിരിക്കാന്നൊക്കെ പറഞ്ഞു നിങ്ങളോട്. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ സൂറത്തു തൗബയിൽ 5-ാം വചനം എപ്പോ പറഞ്ഞു തുടങ്ങും? അതാണ് ഇപ്പൊ എനിക്കറിയട്ടെ. ഈ 5-ാം വചനത്തിൽ ഫസ്റ്റ് തന്നെ കല്ലടിച്ച്. കയ്യിൽ ഇപ്പൊ ഖുർആൻ ഉണ്ടോ? ഞാൻ ഇവിടെ ഒക്കെ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. സൂറത്തു തൗബയിൽ 1-ാം വചനം തൊട്ടാണ് വായിക്കാം. ഇപ്പൊ എല്ലാവർക്കും വലിയ പരാതി നമ്മൾ ഇടക്കെന്ന് വായിക്കുന്നാണല്ലോ. അല്ല, നിങ്ങൾ വായിച്ചാൽ മതി. അല്ല, ഒരു മിനിറ്റ് നിങ്ങൾ വായിച്ചത്. അല്ല, എനിക്ക് ഞാൻ യാത്രയിലാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഖുർആനും കിതാബും കേട്ടൊന്നും കയ്യിലില്ല. ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ വേറൊരു സ്ഥലത്താണ്. നിങ്ങൾ പറഞ്ഞോളേ. അപ്പൊ എനിക്ക് ഫോൺ ചെയ്യാൻ ഒരു തടസ്സമല്ല. പക്ഷെ എന്റെ കയ്യിൽ ഞാൻ ഇപ്പൊ എന്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള എന്റെ ഓഫീസിലോ സ്ഥലത്തൊന്നും അല്ല. ഞാൻ ഏറ്റവും വലിയ സങ്കടം നമുക്ക് ചർച്ചയുടെ ഒരു സുഗമമായ വേണ്ടിട്ട് ഞാൻ പറയാണ്. ഉൾക്കൊണ്ടോ? അല്ല, അതാത് ഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചരിത്രങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. നമുക്ക് ആദ്യം സൂറത്ത് തൗബയിലെ 1-ാമത്തെ വചനം മുതല് നമുക്ക് ഒന്നും കേൾക്കാം. എന്തായാലും ഇപ്പൊ അതിൽ ബിസ്മില്ല, എന്തായാലും ഇല്ല. 1-ാമത്തെ വചനത്തിൽ തന്നെ നിങ്ങൾ അറബി വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരണം. എന്തേലും ഒരു വശപ്പശക്ക് വന്നാൽ നമുക്കത് അവിടെ ക്ലിയർ ചെയ്തിട്ട് പോവാലോ. നമ്മൾ തുടങ്ങുമ്പോ തന്നെ സൂചിപ്പിച്ചു ഈ വിഷയത്തിൽ പോകുമ്പോ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമ്പോ പ്രത്യേകിച്ച് ഇതൊരു ഡേഞ്ചർ വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നില്ല. ഞങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിൽ ഡേഞ്ചർ, ഇത് മനുഷ്യൻ തമ്മിൽ തല്ലിക്കുന്ന വിഷയമാണ്. ഇത് നിങ്ങളായാലും ജാമിദായാലും ആരിഫായാലും ഇതൊക്കെ കൊണ്ടേ തുമ്പില്ലതാക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഒറ്റ മാനവിക വിരുദ്ധമാർ എന്നെ കാണിച്ചാൽ മതി. മനുഷ്യന്മാരെ പ്രാഥമികമായിട്ട് മുസ്ലിം എന്നും കാഫിർ എന്നും രണ്ടായിട്ട് തിരിക്കണേ. ഉറപ്പന്നല്ലേ വിശ്വാസം? ഒന്ന് വിശ്വാസമുള്ള ആളുകളും ഒന്ന് മൂടി വെക്കണോല്, ഒന്ന് ഹക്ക് മൂടി വെക്കുന്ന ആള്. അതിനെന്താ പറയണേ? നിങ്ങളെ ഹക്ക് മൂടി വെക്കുക. നിങ്ങളെ മണ്ടത്തരം നിങ്ങൾക്ക് ഹക്കായിരിക്കും, എനിക്ക് തമാശയായിരിക്കും. അബൂലഹബ് ഒറ്റയടിക്കന്നെ കാര്യം മനസ്സിലാക്കിയല്ലേ എല്ലാരും കാണാൻ മുന്നേ അല്ലേ? ഒറ്റയടിക്ക് നിശ്ചയിച്ചില്ലേ? പെട്ടെന്ന് ആർക്കത് മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ആർക്കാ മനസ്സിലായത്? അബൂലഹബിന്. അപ്പം കൊടുത്തടി മൂടിയച്ചോ, മൂടിയച്ചോ. അബൂലഹബ് ഇതിനാണ് മുഹമ്മദ് നബി ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കിട്ടിട്ട് ഒരു സാധനം ചെയ്യാൻ നോക്കി. അത് കണ്ട് അബൂലഹബിന് ദേഷ്യം വന്നു. അബൂലഹബ് ചീത്ത വിളിച്ചു. നിങ്ങളൊന്ന് നോക്കിയും ചെയ്തോണ്ട് ഞാൻ മൂത്രം വെച്ച് 5 മിനിറ്റ് കൊണ്ട് റിട്ടേൺ വിളിക്കാം. ഇൻഷാ അല്ലാഹ്. നിങ്ങളെ നോക്കി ഉറപ്പിക്കും. ശരി.